ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കാം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെ എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. ദൈവത്തിന് സ്തോത്രം. അവിടെ ആദ്യത്തെ ഭാഗം 1 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങളിൽ പറയുന്നത് ഗദരദേശത്തെ ഭൂതഗ്രസ്തന് വിടുതൽ ലഭിക്കുന്നതായ അത്ഭുതമാണ്. കർത്താവായ യേശുക്രിസ്തു പടക് കയറി ഗലീല കടലിൻ്റെ കിഴക്ക് വശത്തുള്ളതായ ഗദരദേശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്തരംഗത്തിൽ അദമ്യമായ ഒരു കൊതി മാത്രമേ ഉള്ളൂ. അവിടെ ദുരാത്മാവ് ബാധിച്ച, ഭൂതം ബാധിച്ച, ചെകുത്താൻ കയറിക്കൂടിയതായ ഒരു മനുഷ്യൻ അവിടെയുണ്ട്. നരകയാതനയിലാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ താഴെ പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു സർവശക്തനാണ്, എല്ലാം അറിയുന്നവനാണ്. ആ നിലവിളിയുടെ ശബ്ദം യേശു കേട്ട് കർത്താവായ യേശുക്രിസ്തു ആ ഒരൊറ്റ വ്യക്തിയെ തേടി പടകേറി അക്കരെ ചെല്ലുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. ആ ഒരു ലാക്കോടുകൂടി പിശാചിട്ട് പന്താടുന്നതായ വ്യക്തിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു പടക് കയറി യാത്ര തുടങ്ങിയപ്പോൾ വലിയ കാറ്റും കോളവും പ്രതികൂലമായ സാഹചര്യവും തല ഉയർത്തി വന്നു. അതൊരു വലിയ സത്യമാണ്. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. പടക് കാറ്റിൽ ഉലഞ്ഞ് മറിയാൻ തുടങ്ങിയാണ്. പക്ഷെ യാത്ര മുന്നോട്ട് പോയി. കർത്താവായി യേശുക്രിസ്തു മറുകരയെത്തി. പാപിയെ തേടി കർത്താവ് പുറപ്പെടുമ്പോൾ പാപിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവായി യേശുക്രിസ്തുവോ നാമോ ആരും അധ്വാനിച്ചാലും ഓർത്തുകൊള്ളണം, എതിർപ്പുകൾ ഉണ്ടാകും. പൊതുപ്രവർത്തനത്തിനൊന്നും കുഴപ്പമില്ല. സാത്താൻ ഇട്ട് പന്താടുന്ന അവൻ നിത്യ നരകയാതനയിലേക്ക് തള്ളിയിടുവാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടുവരുന്നതായ ഒരു വ്യക്തിയെ അവൻ്റെ കയ്യിൽ നിന്ന് സ്വതന്ത്രരായി എടുത്ത് ദൈവത്തിൻ്റെ നിത്യസ്വർഗത്തിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള നിർമ്മല സുവിശേഷത്തിൻ്റെ സത്യമായിരിക്കുന്ന വചനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ, ആത്മാക്കളെ നേടാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ എതിർപ്പുകൾ ഉണ്ടാകും. കർത്താവ് മടുത്തില്ല. കാറ്റിനെയും ഓളത്തെയും അതിജീവിച്ച് കർത്താവായി യേശുക്രിസ്തു അക്കരെ ചെന്നു. ഒരൊറ്റ വ്യക്തിയെ തേടി. ആരാണ്? ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ. അവൻ എന്തെല്ലാമാണ് ചെയ്യുന്നത്? 2 വാക്യം വായിച്ചേ. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തുമാത്രം ചെകുത്താൻ! 6000 ചെകുത്താൻ, 6000 ദുരാത്മാവ് ഒരു മനുഷ്യൻ്റെ അകത്ത് കയറി കൂടിയിരിക്കുകയാണ്. എന്തെല്ലാം വികൃതികളാണ് ആ മനുഷ്യൻ കാണിക്കുന്നത്. ദേശത്തിനൊരു പേടി സ്വപ്നമാണ്. മറ്റുള്ളവർ ഉപദ്രവിക്കുക മാത്രമല്ല, തന്നെത്താൻ ഉപദ്രവിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അപ്രകാരം ആർക്കും വേണ്ടാത്തവനെ തേടിപ്പോകുന്ന കാലുകൾ എൻ്റെ കർത്താവിനുണ്ട്. ഞാൻ വാസ്തവത്തിൽ അത് വായിച്ചപ്പോൾ ത്രസിച്ചു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്ക് വേണം ആ ഭൂതഗ്രസ്തനെ? ആർക്കും വേണ്ടാത്തവൻ. ഇവനൊന്ന് ചത്ത് കിട്ടിയെങ്കിൽ മതിയായിരുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരാൾക്ക് അവനെ വേണം. ഒരാൾക്ക് ആർക്കും വേണ്ടാത്തവന് വേണം. സകലരും വെറുക്കുന്നവളെ, സകലരും വെറുക്കുന്നവനെ, ഭാര്യയ്ക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, മക്കൾക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, കൂട്ടായ്മക്കാർക്കും വേണ്ടാത്തവനെ ഒരാൾക്ക് വേണം. ഒരാൾക്ക് സ്നേഹമുണ്ട്. അതെൻ്റെ പ്രാണപ്രിയനായ യേശുവാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ സേവിയർ ഓഫ് ദി അട്ടർമോസ്റ്റ്. കർത്താവായ യേശുക്രിസ്തു കൊടുംപാപികളുടെ രക്ഷകനാണ്. കർത്താവായ യേശുക്രിസ്തു വന്നത് തന്നെ ഈ ലോകത്തിലേക്ക് വന്നതിനായിട്ടാണ്. കൊടുംപാപികളെ തേടിയാണ്. അതുകൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് came to seek and save that which is rotten and lost. ഹല്ലേലൂയ. കൊടുംപാപികളെ തേടി വന്ന നല്ലവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പാപിയെ കണ്ടുമുട്ടുന്ന ഒരു സ്വർഗീയ രംഗമാണ് നമ്മളുടെ ഈ കൂടിവരവ്. ആ കൂടിവരവിന് ദൈവത്തിന് സ്വതന്ത്രം ശക്തി പകർന്ന കാൽവറിയിലെ ക്രൂശാണ്. കർത്താവായ യേശുക്രിസ്തു ഗദരദേശത്ത് വന്നു.
ഭൂതഗ്രസ്തനെ കണ്ടു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് ആ കാലച്ച കേൾക്കാമോ? എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിന്ന് വാച്യാർത്ഥത്തിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാനായിട്ട് അങ്ങോട്ട് പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. നീ ഒരു പടക് കയറിയല്ലേ അക്കരെ എന്നത്. ഭൂതഗ്രസ്തൻ്റെ അടുക്കിലേക്ക് നിന്നെ എത്തിച്ച ഒരു പടകല്ലേ. ആ ഒരു പടകായിട്ട് ഞാൻ ഇവിടെ നിന്നുകൊള്ളാം. യെരൂശലേം ദേവാലയം കള്ളന്മാരുടെ ഗുഹയായി മാറിയിരുന്നു. അതിനെ വിശുദ്ധീകരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കഴുതപ്പുറത്ത് വാഹനമേറിയതുപോലെ പൊട്ടക്കഴുതിയായിരിക്കുന്ന ഈ പാവപ്പെട്ട അടിയനിൽ വാഹനമേറി ഈ ജനത്തോട് ഇടപെടുവാൻ, ഹല്ലേലൂയ, അടിയനോട് വിടുവാൻ കർത്താവേ നീ വരണമേ എന്ന് അയ്യം വിളിച്ചു തുടങ്ങിയിട്ട് ചില ദിവസങ്ങളായി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദുരാത്മാവ് കയറിയതായി മനുഷ്യനുമായി കർത്താവായ യേശുക്രിസ്തു ഇടപെടുകയാണ്. തുടർന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നെയൊക്കെ നിങ്ങൾക്ക് മറക്ക്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആ യേശുവിൻ്റെ അടുക്കലാണ് നിങ്ങൾ നിൽക്കുന്നത്. വേറെ ഒന്നും നിങ്ങൾ കാണണ്ട. എന്നിൽ ഭൂതബാധയുണ്ട്, കോപമുണ്ടോ, അതിൻ്റെ പിന്നിലൊരു ചെകുത്താനുണ്ട്. വാശിയുണ്ടോ, അതിൻ്റെ പിന്നിലൊരു ദുരാത്മാവുണ്ട്. അശുദ്ധിയുണ്ടോ, വൈരാഗ്യമുണ്ടോ, ഇഷ്ടക്കുറവുണ്ടോ, ലോകസ്നേഹമുണ്ടോ, കയ്പുണ്ടോ, പകയുണ്ടോ, ഓരോരോ ചെകുത്താന്മാരെ നിങ്ങൾ അടിമപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവനെ തേടി എൻ്റെ കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഇന്ന് അത്ഭുതം നടക്കുന്ന ദിവസമായിരിക്കണം. നിങ്ങൾ ഉള്ളം തൊട്ട് വേറെ ആരുടെയുമല്ല, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വിടുതലിൻ്റെ ദിവസമാക്കി മാറ്റണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്ങനെയാണോ ഉണ്ടോ ഇല്ലെന്ന് അറിയണത്? അശുദ്ധാത്മാവ് എന്നിൽ ഉണ്ടോ? വളരെ വ്യക്തമായി ദുരാത്മാവ് കയറിയതായ ഒരു വ്യക്തിയുടെ സകല സിംറ്റംസും ലക്ഷണങ്ങളും ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ പ്രകടമാക്കുന്നുണ്ട്. അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ 5:3 വായിച്ച്. 5:3. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുള്ളം തുറന്നിരുന്നേ. ദുരാത്മാവ് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, അന്ധകാര ശക്തി നിന്റെ ജീവിതത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളും, ബന്ധങ്ങൾ തകരും. ദൈവത്തിന് സ്തോത്രം. പിന്നെ വീടുമായിട്ട് ബന്ധമില്ല, ഭാര്യയുമായിട്ട് ബന്ധമില്ല, ഭർത്താവുമായിട്ട് ബന്ധമില്ല, മക്കളുമായിട്ട് ബന്ധമില്ല, കൂട്ടായ്മക്കാരുമായിട്ട് ബന്ധമില്ല. ബന്ധങ്ങൾ തകർക്കുക. ഉടനെ ഓർത്തുകൊള്ളണം, ചെകുത്താൻ കയറിയിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പിന്നെ വീട്ടിൽ നിൽക്കണമെന്നല്ല, പിന്നെ ഇറങ്ങിപ്പോകണമെന്ന്. അപ്പൻ്റെ 2 മക്കളുണ്ടായിരുന്നു. ഇളയ മകളിൽ ചെകുത്താൻ കയറി അപ്പനോട് പറഞ്ഞു, എൻ്റെ വകയൊക്കെ എങ്കിൽ തന്നേരെ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, പോവുകയാണ്. അപ്പൻ ചീത്തയായിരുന്നില്ലല്ലോ. ദൈവത്തിൽ നിന്നും, ദൈവമക്കളിൽ നിന്നും, വീട്ടിൽ നിന്നും അകലാൻ തോന്നുന്നുണ്ടോ? അകത്ത് ദുരാത്മാവ് കയറിയിട്ടുണ്ട്. 4-ാമത്തെ വാക്യം വായിച്ച്. 2-ാമത്തെ ലക്ഷണം എന്താണ്? 1, ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു, ബന്ധങ്ങൾ ഉലയുന്നു. 2, പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. വളരെ വ്യക്തമല്ലേ? തന്നെ നിയന്ത്രിക്കാൻ പറ്റണില്ല, വേറെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിള്ളേർ പോലും പറയും, അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാവോ? അമ്മയ്ക്ക് സാധിക്കില്ല. പിന്നെ 5-6 വാക്കോടെ പറഞ്ഞാൽ മതിയാവുള്ളൂ. ചെകുത്താനാകത്തുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കല്ലേ, ഒരു വാക്ക് പറഞ്ഞാൽ 10 വാക്ക് തറുതല. എവിടെ നിന്നാണ് വരുന്നത്? അകത്ത് യേശുവാണോ? രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരുന്ന സഹിഷ്ണുവായ കർത്താവായ യേശുക്രിസ്തുവിന്റെ സൗമ്യതയുടെയും സ്നേഹത്തിന്റെയും ആത്മാവാണോ വൈരാഗ്യത്തോടെ, കയ്പോടെ, പകയോടെ തറുതല പറയുന്നത്? നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. ഗദരദേശത്തിൽ കടന്നുകൂടിയിരിക്കുന്നതായ ആ ദുരാത്മാവ് അനേകരിൽ കടന്നുകൂടിയിരിക്കുകയാണ്. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവയവങ്ങളുടെ മേൽ നിയന്ത്രണമുണ്ടോ? നാവിൻ്റെ മേൽ നിയന്ത്രണമുണ്ടോ? വേറൊരു വാക്ക് ഞാൻ ചോദിക്കാറുണ്ട്, നാക്കിന് മാനസാന്തരം വന്നോ? സഹോദര, കണ്ണിന് മാനസാന്തരം വന്നോ? ചിന്തകൾക്ക് ഒരു വ്യത്യാസം വന്നോ? ഞാൻ ആരെയും കുറ്റം പറയില്ല, മാറിയുന്നുണ്ടോ? ആരാണ് ഭരിക്കുന്നത്? നിങ്ങൾ പറയുക, അയ്യോ അവനെ ഒത്തിരി ചെലുത്താൻ കയറിയിരുന്നു. എന്നിലോ? പരിശുദ്ധാത്മാവാണോ? അധികാരത്തോടെ വാഴുന്ന കർത്താവാണോ? ദൈവത്തിന് സ്തോത്രം. ആർക്കും അടക്കാൻ സാധ്യതയില്ല. മക്കളെയും നടക്കാമോ? ആർക്കും ഒരു വിലങ്ങ് വെക്കാനായിട്ട് സാധിക്കുന്നില്ല. ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കുകയില്ല. തോന്നിവാസം നടക്കണം, തോന്നുന്നത് പറയണം, തോന്നുന്നത് ഭക്ഷിക്കണം, തോന്നുമ്പോഴെല്ലാം ഉറങ്ങണം, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കണം. തന്നിഷ്ടപ്രകാരം മാത്രം ജീവിക്കുന്ന ഒരു തലമുറയെ ഇന്ന് ഭരിക്കുന്നത് ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന ചെകുത്താനാണ്. അടുത്ത എന്താണ്? 5:5 വായിച്ചേ. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചു. സ്തോത്രം. ദൈവമക്കളെ, ഇപ്പോൾ അവൻ എവിടെയാണ്? ഞാൻ പറഞ്ഞാൽ അല്പം പയ്യെ പറയണം, എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ നെറ്റി വിളിക്കരുത്.
അകത്ത് ദുരാത്മാവ് ഉണ്ടെങ്കിൽ, വെളിച്ചം കയറി വന്നിട്ടില്ല എങ്കിൽ മനുഷ്യൻ ഇന്ന് തേടിപ്പോകുന്നത് ദൈവത്തിന് സ്തോത്രം ചില കല്ലറകളിലേക്കും ചില മലകളിലേക്കുമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന മല ചവിട്ടിക്കഴിഞ്ഞാൽ, ഇന്ന കല്ലറക്കൽ ചെന്നാൽ ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ ഇറങ്ങി പുറപ്പെടുകയാണ്. വെളിച്ചത്തിൻ്റെ ആത്മാവല്ല, പരിശുദ്ധിയുടെ ആത്മാവല്ല, സാക്ഷാൽ ജീവനായിരിക്കുന്ന സുബോധത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവല്ല. അവിടെയും ഇവിടെയും സമാധാനവും സന്തോഷവും തേടിപ്പോകുമ്പോൾ ഓർത്തുകൊള്ളണം, എന്നെ ഇന്ന് ഭരിക്കുന്ന ആരാണ്? ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ മറ്റൊരു പ്രകടമായ ലക്ഷണമാണ് 6-7 വാക്യങ്ങൾ വായിച്ച്. 6-7 വാക്യങ്ങൾ. യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. എന്താ നിലവിളിച്ചത്? യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അടുത്ത വാക്യം. ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. ശ്രദ്ധ വെച്ച് കേട്ട് നിങ്ങൾ. അകത്ത് അന്ധകാര ശക്തി ഉണ്ട് എങ്കിൽ, അകത്ത് ദുരാത്മാവ് ഉണ്ട് എങ്കിൽ ഉടനെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ദൈവമക്കളോട് അകൽച്ച വരുന്നുവെങ്കിൽ, കൂട്ടായ്മയിൽ വരാൻ മടി കാണിക്കുന്നുവെങ്കിൽ, ദൈവ സാന്നിധ്യത്തെ നിങ്ങൾക്ക് താല്പര്യമല്ല എങ്കിൽ ഓർത്തുകൊള്ളണം, അകത്തൊരു ഇരുട്ടിൻ്റെ ശക്തിയുണ്ട്. ആദാമിലും ഹവ്വായിലും അനുസരണക്കേട് വന്നു, ദുരാത്മാവ് കയറി. സായാം സമയത്ത് പിതാവായ ദൈവം സ്നേഹവാത്സല്യത്തോടെ തൻ്റെ പ്രിയ മക്കളെ കാണുവാൻ വേണ്ടി വന്നു. തരുനിരകളുടെ ഇടയിൽ കൂടി സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മനസ്സോടെയുള്ള നടപ്പുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അവർ പാപം ചെയ്തതിന് ശേഷം പിതാവായ ദൈവം വന്നപ്പോൾ ഒളിച്ചിരിക്കുകയാണ്. കാരണം അകത്ത് ചെകുത്താൻ കയറിക്കഴിഞ്ഞു. വളരെ വ്യക്തമാണ്, ആത്മാവിൻ്റെ ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്ന ആരാധനയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു പ്രവണത പൈശാചികമാണ്. കൂട്ടായ്മയുടെ മാധുര്യം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. ചീത്ത കണ്ണുള്ളതായിരിക്കുന്ന വ്യക്തിക്ക് ലൈറ്റ് കാണുമ്പോൾ എന്ത് വിഷമാണ്? അകത്തെന്തോ കുഴപ്പം കിടപ്പുണ്ട് കേട്ടോ. ദൈവത്തിൽ നിന്നും ദൈവമക്കളിൽ നിന്നും പരിശുദ്ധ കൂട്ടായ്മയിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഒരു പ്രവണത അന്തരംഗത്തിൽ ഉദിച്ചു വരുന്നുണ്ടോ? കുഴപ്പമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചോദിച്ചു, 9-ാമത്തെ വാക്യം വായിച്ചു. 9-ാമത്തെ വാക്യം വേഗം വായിച്ചേ. നിന്റെ പേരെന്താ എന്ന് അവനോട് ചോദിച്ചതിന്, ദൈവത്തിന് നിന്റെ പേരെന്താണ്? എന്റെ പേര് ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഈ ലക്ഷണങ്ങൾ വേറെ ഒന്നുമല്ല. എതിരസിലേക്ക് നിങ്ങൾ വിട, എന്നിലേക്ക് വ്യക്തിപരമായിട്ട് കർത്താവ് ചോദിക്കണം, നിന്റെ പേരെന്താണ്? കർത്താവിന് അറിയാൻ പാടില്ല. ഇപ്പോൾ വചനത്തിൽ നിൽക്കുന്ന എൻ്റെ പേര് CM മാത്യു എന്നാണ്. പിന്നെ എന്തിനാ കർത്താവ് ചോദിക്കുന്നത്? വ്യക്തമായിട്ട് ഞാൻ തിരിച്ചറിയണം ഞാൻ ആരാണ്. അവനെന്താ പറഞ്ഞത്? എൻ്റെ പേര് ലഗ്യോ എന്നാണ്. ലഗ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 റോമൻ സൈനികരെന്നർത്ഥം. ഒരു ബറ്റാലിയൻ, ഒരു സൈന്യവ്യൂഹം 6000 എണ്ണമുണ്ട്. കയറിക്കൂടിയിരിക്കുന്ന 6000 പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സ്തോത്രം, ഞങ്ങൾ പലരാണ്. വളരെ വ്യക്തമല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. എ ഡിവൈഡഡ് പേഴ്സണാലിറ്റി, ഒരു യൂണിഫൈഡ് പേഴ്സണാലിറ്റി അല്ല. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ ചോദിക്കും, എപ്പോഴും സ്നേഹമാണോ? എപ്പോഴും വിനയമാണോ? എപ്പോഴും വിശുദ്ധിയാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്കറിയാം, വേദത്തിലൊരു വാക്യമുണ്ട്, കർത്താവിന് അവൻ്റെ പ്രകൃതി ത്യജിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രകൃതി സാഹചര്യം അനുസരിച്ച് തെർമോമീറ്റർ പോലെ മാറുന്നതല്ല. തല്ലിയാലും കൊട്ടിയാലും തുപ്പിയാലും കൊന്നാലും സ്നേഹം മാത്രം. സഹോദരിമാരെ, എങ്ങനെയാ? ഭർത്താവ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഉടനെ ചൂടാവോ? എപ്പോഴും ആ ഭാര്യയോട് എന്തിടപെട്ടാലും, ആ ഭർത്താവിനോട് എന്തിടപെട്ടാലും, ഏതെല്ലാം പ്രകോപനങ്ങൾ വന്നാലും ശരി, ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള സ്നേഹവും വിനയവും സൗമ്യതയും സാവധാനതയും മാത്രം. അകത്ത് വേറെ എന്തോ ശക്തി ഉള്ളത് കൊണ്ടാണ് ഒരു ഡിവൈഡഡ് പേഴ്സണാലിറ്റി. ഭർത്താവ് രാവിലെ എന്ത് സ്നേഹമാ മോളെ എടീന്നൊക്കെ വിളിച്ചോണ്ട്, വൈകുന്നേരവും ചെകുത്താനാണ് അകത്ത്, ലഗ്യോനാണ് അകത്ത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. പേര് തന്നെ ലഗ്യോൻ എന്നാണ്. ദൈവമക്കൾ, ഇത് അകത്തുകൂടി കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്, വെപ്രാളപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലറയിൽ ഓടി നടക്കുകയാണ്. കല്ലറയിലുള്ള ആരാ? ഞാൻ ആ ലക്ഷണം പറഞ്ഞില്ല. കല്ലറയിൽ ആരാ? മരിച്ചതാ. ഇവനും പാപത്തിന് ശമ്പളമായ മരണം രുചി നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ജീവനുള്ളവരുടെ ഇടയിലല്ല അവൻ. ജീവനുള്ളവന് പേരുണ്ടെങ്കിലും അവൻ മരിച്ചവനാണ്. ദൈവത്തിന് ഇരുട്ടാണ് അവൻ ഇഷ്ടം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്ത് വേദനജനകമായിരിക്കുന്ന ഒരു തീ തിന്നാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണ്? ഹിസ് ലൈഫ് ഇറ്റ്സ് ആൻ എൻഡ്ലെസ് പെയിൻ. ദൈവത്തിൻ്റെ സ്തോത്രം. വിത്ത് എ പെയിൻഫുൾ എൻഡ്. ജീവിതം തന്നെ വേദനയാണ്. അവസാനമോ ഞാൻ നശിക്കുകയുള്ളല്ലോ എന്നുള്ളതായിരിക്കുന്ന മരണവേദനയുമാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇത്രയും നിങ്ങൾ കേട്ടില്ലേ? താൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ദുരാത്മാക്കൾ കയറി കൂടിയിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ഉണർന്നിരുന്നേ. നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം ഇപ്പം തന്നെ ചെയ്യണം. നിങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 6-7 ഇതിപ്പോൾ നടക്കണം. ഹല്ലേലൂയ, കർത്താവ് കേൾക്കട്ടെ. കർത്താവെ, പല വിധത്തിലുള്ളതായ ഭൂതം ബാധിച്ച്, അശുദ്ധി ബാധിച്ച്, അഹങ്കാരം ബാധിച്ച്, ഹല്ലേലൂയ, എന്തെല്ലാം പാപത്തിൻ്റെ പിശാചുകൾ എൻ്റെ അകത്തുണ്ട് കർത്താവ്. ഞാൻ എന്തെല്ലാം കാട്ടിക്കൂട്ടിയത്, എന്തെല്ലാം പറഞ്ഞത്, എന്തെല്ലാം ചെയ്തത്, അവയവങ്ങളുടെ മേൽ നിയന്ത്രണമില്ലാതെ എന്തെല്ലാം സംസാരിച്ചു, നോക്കി, തൊട്ടു, നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾ, പൂർണ്ണമായ വേദനയോടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. എങ്കിലും കർത്താവ് എന്നെ തേടി വന്നു. എനിക്ക് ആശയ്ക്ക് വകയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, കർത്താവ് അടുക്കലേക്ക് വന്നു. പേരെന്താന്ന് ചോദിച്ചു. എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. എനിക്കിനി ആകെ എന്ത് ചെയ്യാൻ പറ്റും? 6-7 അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് തന്നെ കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് സുവിശേഷത്തിൽ അവന്റെ കാൽക്കൽ വീണടുത്ത് വാക്യം വായിച്ച് അവൻ ഉറക്കെ നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ തോന്നുന്നുണ്ടോ? യേശു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ 100% അത് വിശ്വസിക്കുകയാണ്. ഏത് കൊടും പാപിക്കും, ഏത് ഭൂതം ബാധിച്ചവർക്കും, ഏത് മാനസിക രോഗിക്കും, ഏത് ഉറക്കമില്ലാത്തവനും, അവൻ രാവും പകലും കല്ലറകളിലായിരുന്നു ഓടി നടക്കുന്നത്. ഉറക്കം ഒട്ടും കിട്ടുന്നില്ല. മനസ്സ് മുഴുവൻ അസ്വസ്ഥതയാണ്, അസമാധാനമാണ്. സ്വർഗീയ ശാന്തിയും സമാധാനവും അനുഭവിച്ചിട്ട് എത്ര നാളായി? ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചിട്ട് എത്ര നാളായി? ഹല്ലേലൂയ. കോപിച്ച് വിറങ്ങലിക്കുന്ന സ്വഭാവമല്ലേ ഉള്ളത്? എന്തെല്ലാം ലൈംഗികമായിരിക്കുന്ന പാപങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്തു. എൻ്റെ ശരീരം ഒരു ദുരാത്മാവിൻ്റെ കുടിയിരിപ്പ് ഭവനമായി തീർന്നിട്ടില്ലേ? അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടോ? ദൈവമക്കളെ, അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ അടിയൻ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ. ഹല്ലേലൂയ. രക്തം മാർന്നൊലിക്കുന്നതായ അവയവങ്ങളുമായി എൻ്റെ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അവൻ നടന്നു വന്നിരിക്കുന്ന കൊടുംപാപികളെ തേടിയാണ്. ഇന്ന് വിടുതലിൻ്റെ രംഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂതങ്ങൾ ഇളകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം കർത്താവ് അടുത്തേക്ക് വരികയാണ്. ഈ എല്ലാ പാപത്തോടും, എല്ലാ രോഗത്തോടും, എല്ലാ ശാപത്തോടും കൂടി യേശുവിൻ്റെ രക്തം നനഞ്ഞ കാൽക്കലേക്ക് നിങ്ങൾക്ക് ആ ഗദരദേശത്തെ പോലെ ഒന്ന് ഓടിച്ചെന്നങ്ങ് വീഴാമോ? ഹല്ലേലൂയ. ആരെല്ലാം വീണു? എൻ്റെ നിലവിളി എൻ്റെ കർത്താവ് കേൾക്കണ്ടല്ലോ. ഹല്ലേലൂയ. കർത്താവെ, ഞാനിവിടെ ഒരു പ്രസംഗകനായിട്ടല്ല നിൽക്കുന്നത്. ഞാൻ ദൈവത്തിന് സ്തോത്രം അനേക പാപങ്ങളുടെ അടിമയായി മോചനത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് മോചനം ഒഴുകി വരുന്ന അരുമനാഥൻ്റെ കാൽക്കലേക്ക് ഞാൻ വന്ന് അവിടെ കവിണ് വീണ് കിടന്നുകൊണ്ട് ഞാൻ കരയുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. ഒന്ന് പറഞ്ഞ ദൈവമക്കളെ, മഹാഭാവിയായ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്നോട് കരുണ തോന്നണമേ. ഗുരുതരാവസ്ഥയിലായ എന്നോട് കരുണ തോന്നണമേ. രോഗത്തിൽ വലയുന്ന എന്നോട് കരുണ തോന്നണമേ. മാനസികമായി വൈകല്യമുള്ള എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. പല ഭാരങ്ങളാലും രോഗങ്ങളാലും ശാപങ്ങളാലും വലഞ്ഞ എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് കേട്ട വഴിയേ കർത്താവ് എന്തു പറഞ്ഞു? ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ച് ആ വാക്ക്, ആ കരച്ചിൽ ആരുടെ എല്ലാം പക്ഷത്ത് വന്നു? അവരെ നോക്കി കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട്. എന്നെ മറക്കാൻ ദൈവമക്കളെ, യേശുവിൻ്റെ കാൽക്കലല്ലേ വീണ് കിടക്കുന്നത്? ഇപ്പോൾ നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താണത്? അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്താൽ ജയം. ഹല്ലേലൂയ. അശുദ്ധാത്മാക്കളുടെ മേൽ ജയത്തിന്റെ അധികാരമുള്ള ദൈവം എന്നെ നോക്കി പറയുകയാണ്, നിങ്ങളെ നോക്കി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനക്കെട്ടുകൾ പൊട്ടട്ടെ, ശാപം മുറിഞ്ഞു പോകട്ടെ. ഓ, കള്ളന്മാരുടെ ഉഹിയായി തീർന്ന് ദൈവാലയം യഥാസ്ഥാനപ്പെടട്ടെ. ദൈവമക്കളെ, വന്നതുപോലെയല്ല, യേശു വന്നിട്ടുണ്ട്. അശുദ്ധാത്മാവേ
ഈ മനുഷ്യനെ വിട്ടു പോക പറഞ്ഞത് യേശുവാണ്. അശുദ്ധാത്മാവിനെ ഒരിക്കലും യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ കരുത്തില്ല. അവൻ പരാജയപ്പെട്ട ശത്രുവാണ്. ഹല്ലേലൂയ. ജയാളിയായിരിക്കുന്ന ദൈവം, ജയാളി ഞാൻ, ജയാളി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കണം. കർത്താവായ യേശുക്രിസ്തു ബന്ധനക്കെട്ടുകൾ പൊട്ടിച്ച് സ്വാതന്ത്ര്യം തരുന്നവനാണ്. കർത്താവായ യേശുക്രിസ്തു ജയിലിന്റെ വാതിലുകൾ തുറക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹങ്ങളുടെ കുഴിയിൽ നിന്ന് ജീവനോടെ പുറത്തു കൊണ്ടുവരുന്നവനാണ്. ചീഞ്ഞഴുകി കിടക്കുന്ന ശവക്കല്ലറയിൽ നിന്ന് ജീവനോടെ പുറത്തു കൊണ്ടുവരുന്നവനാണ്. അതേ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ, എന്ത് സംഭവിച്ചു? അവൻ വീണ് കിടന്നത് ദുരാത്മാവിൻ്റെ അടിമയായിട്ടാണ്. അവൻ എഴുന്നേറ്റത് നല്ല സുബോധത്തോടെ ഒരു കാഴ്ച കാണുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ഒന്ന് വായിച്ചേ, 5:15 വായിച്ചേ. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. എന്താ കണ്ടത്? ലഗിയോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ ബാധിച്ച ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടുമിരിക്കുന്നത് കണ്ടു. എന്റെ ദൈവമേ, ഇപ്പൊ എവിടെ ഇരിക്കണേ? യേശുവിന്റെ അടുക്കൽ. എങ്ങനെ ഇരിക്കണേ? നല്ല ഭംഗിയായിട്ട് ഷെയ്വൊക്കെ ചെയ്ത് തലമുടിയൊക്കെ ചീവി നല്ല ഒന്നാന്തരം വസ്ത്രമൊക്കെ ധരിച്ച് നല്ല പ്രസന്നവതനായി ദൈവത്തിന്റെ തേജസ് മുഖത്ത് ജ്വലിക്കുന്നതായ ഒരു തേജസ് കൊടുത്ത ദൈവ പൈതൽ എവിടെയായിരുന്നു? 6000 ഭൂതം ബാധിച്ച് കല്ലറയിൽ കൂടി നടന്നവന് ഇപ്പോൾ വേണ്ട ഇതാരാണിത്? ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി ഇൻ ആക്ഷൻ. അതാണ് മാനസാന്തരം. മഗ്ദല കാര്യമറിയെ കുറിച്ച് പറയുന്നു, വള്ളത്തോൾ പറയുന്ന പോലെ, ഒറ്റ നാൾ കൊണ്ടൊക്കെ മാറി മറിഞ്ഞവൾ മറ്റൊരു ജന്മം ജനിച്ച പോലെ എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. കരിക്കട്ട തീ പിടിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവനോട് ഇരിക്കുമ്പോൾ വലിയൊരു ഒച്ചയൊക്കെ എന്നാന്നറിയാമോ? 2000 പന്നികൾ ഇതാ കൂട്ടത്തോടെ ഓടുന്നു. 2000 പന്നികൾ കൂട്ടത്തോടെ ഓടി ദൈവത്തിന് സ്തോത്രം സമുദ്രത്തിൽ വീണ് ചത്തുപോയി. ദൈവമക്കളെ, എന്താണ്? ഇദ്ദേഹത്തിൽ നിന്ന് ഇറങ്ങിയതായ ദുരാത്മാക്കളാണ്. ഒരു വ്യക്തിയിൽ 2000 പന്നിയെ കൊല്ലാൻ തക്കവണ്ണമുള്ളതായ ശക്തി ചെകുത്താൻ ആരാണ്? നിങ്ങളെ തകർക്കും, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വന്നവനാണ്. പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽ പറയും, സാത്താന് ശക്തിയുണ്ട്, പക്ഷെ എൻ്റെ ദൈവം സർവശക്തനാണ്. ഇനി നിങ്ങൾ ഒരൊറ്റ വ്യക്തി പൈശാചികന്റെ ബന്ധനത്തിന്റെ കീഴിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്. യേശു ഇവിടെ വന്നിട്ടുണ്ട്, സത്യം. ഞാനിവിടെ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ അതുപോലെ എൻ്റെ യേശു ഇവിടെ ഉണ്ട്. ഒരു പാപം മോചിക്കപ്പെടാതെ നിങ്ങൾ എവിടെയിരുന്ന് കേൾക്കുന്നു അവിടെ നിന്ന് എഴുന്നേക്കരുത്. ഒരു പാപ സ്വഭാവത്തിൻ്റെയും പിശാചിനെ നിങ്ങൾ അന്തരംഗത്തിൽ കാണരുത്. ഇന്ന് മോചനത്തിൻ്റെ രാത്രിയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അത്ഭുതം നടന്നു, അവന് സുബോധം വന്നു. അവിടെ 2 പ്രതികരണം കാണാം. ഞാൻ വേഗം പറഞ്ഞു. 2 പ്രതികരണം. ജനം പറഞ്ഞു യേശുവിന് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമം പ്രചരിക്കും. ജനം പറഞ്ഞു നീ ഇവിടെ വിട്ടുപോകണം, പടകേറി പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ പറഞ്ഞു ഞാൻ നിന്നോട് ഇവിടെ പോന്നോട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 5:18 അതാണ് പറഞ്ഞു. എനിക്ക് നിന്നെ വിട്ടുപിരിയാൻ തോന്നണില്ല. ഹല്ലേലൂയ, എനിക്ക് നിന്നെ വിട്ടുപിരിയാൻ തോന്നണില്ല. ഞാൻ നിന്റെ കൂടെ ഒന്ന് പോന്നോട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മോചനം പ്രാപിച്ച ദൈവമക്കൾക്ക് പ്രാണപ്രിയനായ യേശുവിനോട് പിരിയാത്തതായ സജീവമായ ഒരു സ്നേഹത്തിൻ്റെ ബന്ധം കിട്ടും. ഇത് പറയുമ്പോൾ ഞാൻ അല്പം മാധുര്യം രുചിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇതിലെ എങ്ങനെയെല്ലാം നടന്നവനാണ്. ഇപ്പോൾ നിൽക്കുന്ന എവിടെയാണ്? എന്തെല്ലാം പറഞ്ഞതാണ്? ഇപ്പോൾ നാവിൽ കൂടി വരുന്നത് എന്താണ്? എന്തെല്ലാം കയ്യിൽ പിടിച്ചതാണ്? ഇപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. അതിനൊറ്റ കാരണം എന്നറിയാമോ? അത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. കാൽവറിയിൽ എനിക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. നീ എൻ്റെ കൂടെ പോരണ്ട. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു നീ നിന്റെ വീട്ടിലേക്ക് ചെല്ല്. ദൈവത്തിന് സ്തോത്രം. നീ നിന്റെ വീട്ടിലേക്ക് ചെല്ല്. ആ ഭാഗം ഒന്ന് വായിച്ചേ. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നെ ഇവിടെ വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്, വേഗം പൊക്കോളാനാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രതിനിധിയായ എൻ്റെ അംബാസഡറായി നീ ഒരാൾ ഇവിടെ നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. നീ ഒന്ന് വീട്ടിലേക്ക് ഇപ്പോൾ ചെല്ലുന്ന കാഴ്ച കാണുമ്പോൾ അയ്യോ എൻ്റെ അപ്പന് എൻ്റെ ഭർത്താവിന് മാറ്റം വന്നല്ലോ. പ്രസംഗിക്കണോ? ഗദരദേശ ഭൂതം പ്രസംഗിക്കണോ? വേദപുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഭാഗമെടുത്ത് പോയിന്റുകൾ നിർത്തിച്ച് പ്രസംഗിക്കണം. ഞാൻ ആരാന്നറിയാമോ? എന്നെ കാണുമ്പോൾ നിങ്ങൾ ഓടിയിട്ടില്ലേ?
ഞാൻ കല്ലെറിഞ്ഞ് നിങ്ങളെ കൊല്ലാനായിട്ട് നടന്ന വ്യക്തിയല്ല. ഇപ്പം ഞാൻ എന്നെ നോക്കി ഒരു മാറ്റമില്ല എനിക്ക്. ദൈവത്തിന് അതിന് കാരണം എന്നാ അറിയാമോ? എൻ്റെ യേശുവിൻ്റെ കാൽക്കൽ ഞാനന്ന് വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ എന്ത് പറയുന്നു? ദൈവത്തിന് ആ ദേശം മുഴുവൻ ഇളകി. പ്രസംഗം കൊണ്ടല്ല, ജീവിതത്തിൽ വന്ന മാറ്റം. ദൈവത്തിന് മഹത്വം. നിങ്ങളെ കാൽക്കളിൽ നിന്ന് വീണ് കിടന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ കാൽക്കളാണ് വീണത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എഴുന്നേൽക്കുന്ന ആരായിട്ടാണ്? ഭൂതഗ്രസ്തനായിട്ടല്ല, പാപിയായിട്ടല്ല, പരിശുദ്ധനായിട്ടാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സാക്ഷിയായിട്ടാണ്. ഓ വൃത്തികെട്ടവനായി മദ്യപിച്ച് ലക്കില്ലാതെ ഓടി നടന്നവൻ, ചാഞ്ചാടി നടന്നവൻ പോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സുവിശേഷത്തിൻ്റെ സന്ദേശവാഹകനായി ഓടുന്ന കാഴ്ച ഒന്ന് കാണട്ടെ. ജീവിതത്തിൽ പ്രകടമായി മാറ്റം വരട്ടെ. സാക്ഷികളുടെ സമൂഹം ഈ കൂട്ടായ്മയിൽ എഴുന്നേറ്റ് വരട്ടെ. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിന് മാത്രം മഹത്വം കരയേറ്റുകൊണ്ട് ബലഹീനായി ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം.